السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأتباعه إلى يوم الدين، وبعد. باب هل يتتبع المؤذن فاه ها هنا وها هنا وهل يلتفت في الأذان. ബാങ്ക് കൊടുക്കുമ്പോൾ മുഅദ്ദിൻ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ് എന്നിവ പറയുമ്പോൾ തൻ്റെ മുഖം വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും തിരിക്കാറുണ്ട്. അങ്ങനെ തിരിക്കൽ സുന്നത്താണ്. അത് സംബന്ധിച്ചുള്ള ഹദീസ് പറയുന്ന ബാബാണ് ഈ ബാബ്. ഹൽ യതതബ്ബഉൽ മുഅദ്ദിനു ഹൽ യുത്ബിഉൽ മുഅദ്ദിനു ഫാഹു എന്നും റിവായത്തുണ്ട്. വയുദ്കറു അൻ ബിലാലിൻ അന്നഹു ജഅല ഇസ്ബഅൈഹി ഫീ ഉദ്നൈഹി വകാന ഇബ്നു ഉമർ ലാ യജഅലു ഇസ്ബഅൈഹി ഫീ ഉദ്നൈഹി. ബിലാൽ എന്നവരെ സംബന്ധിച്ചും ഇബ്നു ഉമർ എന്നവരെ സംബന്ധിച്ചും രണ്ട് രീതിയിലുള്ള റിവായത്തുകളാണ് താലീഖായിട്ട് ഇവിടെ കൊണ്ടുവന്നത്, സനദ് പറയാതെ. ബാങ്ക് കൊടുക്കുമ്പോൾ തൻ്റെ വിരലുകൾ ചെവിയിലാക്കുക. ബിലാൽ എന്നവർ അങ്ങനെ ചെയ്തിരുന്നു, ഇബ്നു ഉമർ എന്നവർ അങ്ങനെ ചെയ്തിരുന്നില്ല എന്നതാണ് പറഞ്ഞത്. ബിലാൽ എന്നവർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ശബ്ദമുയർത്തിക്കൊണ്ടായിരുന്നു ബിലാൽ എന്നവർ ബാങ്ക് കൊടുത്തിരുന്നത്. ജമാഅത്തുകൾക്ക് വേണ്ടിയുള്ള ബാങ്കായിരുന്നു അത്. ആ സമയത്ത് ബിലാൽ എന്നവർ തൻ്റെ വിരലുകൾ ചെവിയിൽ വെച്ചിരുന്നു. അങ്ങനെ വെക്കാൻ വേണ്ടി പ്രവാചകന് നിർദ്ദേശമുള്ളതായും കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചത് പലപ്പോഴും അദ്ദേഹം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണ് റളിയല്ലാഹു അൻഹു. അതേപോലുള്ള സാഹചര്യങ്ങളിലാണ്. ശബ്ദമുയർത്താൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ടായിരിക്കും ചെവിയിൽ വിരലുകൾ വെക്കാതിരുന്നിരിക്കുക. ബാങ്കിലാണ് ശബ്ദമുയർത്തേണ്ടത് ജമാഅത്തുകൾക്കുള്ള ബാങ്കാവുമ്പോഴാണ്, മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ടി വരുമ്പോഴാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾ അങ്ങനെ ശബ്ദമുയർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ, ഒറ്റക്കാണെങ്കിലും വിജനമായ പ്രദേശത്താണെങ്കിൽ വേറെ ആരും ഇവിടെ ബാങ്ക് കൊടുക്കാനില്ലെങ്കിൽ ആർക്കും ഇയാളുടെ ബാങ്ക് കൊണ്ട് കൺഫ്യൂഷൻ, ഇൽത്തിബാസ് ഒന്നും വരില്ലെങ്കിൽ അയാൾ ശബ്ദമുയർത്തണം. അങ്ങനെ ശബ്ദമുയർത്തുമ്പോൾ അത് കേൾക്കുന്ന ജീവജാലങ്ങളൊക്കെ അവർക്ക് വേണ്ടി സാക്ഷി നിൽക്കുമെന്ന ഹദീസിലുണ്ടല്ലോ, അർത്ഥം വരുന്ന ഹദീസ്. അപ്പോൾ ഇവിടെ ശബ്ദമുയർത്താൻ ഉദ്ദേശം ഇല്ലെങ്കിൽ ചെവിയിൽ കൈ വെക്കേണ്ടതുണ്ടാകില്ല. അങ്ങനെ തുഹ്ഫ സൂചിപ്പിക്കുന്നുണ്ട്, നമ്മുടെ തുഹ്ഫത്തുൽ മുഹ്താജ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനത്തെ സാഹചര്യങ്ങളിലായിരിക്കണം ഈ ചെവിയിൽ കൈവിരൽ വെക്കുന്നത് ഒഴിവാക്കിയിരിക്കുക. അതാവാനാണ് സാധ്യത. കാരണം ബിലാൽ എന്നവർ പരസ്യമായി ബാങ്ക് കൊടുക്കുന്നതും ആ സമയത്ത് ബിലാൽ എന്നവർ തൻ്റെ കൈവിരലുകൾ ചെവിയിൽ വെക്കുന്നതൊക്കെ എല്ലാവരും കാണുമല്ലോ, ഇബ്നു ഉമർ എന്നവരെ പോലുള്ളവരെല്ലാം. അപ്പോൾ അത് അറിയാത്തത് കൊണ്ടോ ആ ഹദീസ് ലഭിക്കാത്തത് കൊണ്ടോ ആവാനുള്ള സാധ്യതയിലേറെ ഇത് ശബ്ദം ഉയർത്തേണ്ട സന്ദർഭത്തിൽ മാത്രമാണ് ചെവിയിൽ വെക്കേണ്ടത് എന്ന നിലപാടുകാരനായിരിക്കണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ശബ്ദമുയർത്തുക എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം ചെവിയിൽ കൈവിരൽ വെച്ചാൽ മതി. അതുകൊണ്ടായിരിക്കണം ഇബ്നു ഉമർ എന്നവർ വെക്കാതിരുന്നിരിക്കുക. വഖാല ഇബ്രാഹിം അൻ-നഖഈ ലാ ബഅസ അൻ യുഅദ്ദിന അലാ ഗൈരി വുളൂ. തിരക്കടില്ല എന്ന് പറഞ്ഞാൽ വുളൂന് കുഴപ്പമൊന്നുമില്ല എന്നർത്ഥം. വഖാല അത്വാഉൻ അൽ വുളൂ ഹഖ്ഖുൻ വസുന്ന. ചെയ്യേണ്ട കാര്യമാണ്, ഒഴിവാക്കേണ്ടതല്ല. വുളൂ ഇല്ലെങ്കിൽ അവിടെ അദാനിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നുമില്ല. അൽ വുളൂ ഹഖ്ഖുൻ വസുന്ന, അത് ചെയ്യേണ്ടതാണ്, സുന്നത്താണ്. അത്തോ എന്നവരെ സംബന്ധിച്ച് ഓരോ റിവായത്ത് അന്നഹു കരിഹ യുഅദ്ദിന റജുലു അലാ ഗൈരി വുളൂ എന്നുണ്ട്. വുളൂ ഇല്ലാതെ ബാങ്ക് കൊടുക്കലിനെ അവർക്ക് വെറുപ്പായിരുന്നു അത്തോ എന്നവർക്ക് എന്ന്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ളതല്ല, ഹഖ് വസുന്ന എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതാണെന്ന് തന്നെ. വഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി. അത് മൊത്തത്തിലാണ് ദിക്ർ, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. അത് ഖിയാമൻ വ ഖുഊദൻ വ അലാ ജുനൂബിഹിം എന്ന് ഖുർആൻ പറഞ്ഞതാണല്ലോ. അലാ തുഹരിൻ അലാ ഗൈരി തുഹർ. എന്നാൽ മലമൂത്ര വിസർജന സമയത്ത്, ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഒന്നും നാവ് കൊണ്ട് നേരെ ദിക്റുള്ള സമയത്ത് നല്ലതല്ല, ഒഴിവാക്കേണ്ടതാണ്. കാരണം അത് ആ സമയത്ത് ദിക്ർ നാവ് കൊണ്ട് പറയുക എന്നുള്ളത് നമ്മൾ ദിക്റിനോട് കാണിക്കുന്ന ഒരു മര്യാദയുടെ കുറവാണ്, പറ്റൂല. എന്നാൽ വുളൂ നിർബന്ധം ആയ സ്ഥിതിക്ക് വുളൂ ഇല്ലാത്ത അവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കാവുന്നതാണ്. അങ്ങനെ പ്രവാചകർ ഓർത്തിട്ടുണ്ട്, വുളൂ ഉണ്ടാകുമ്പോഴും ഓർത്തിട്ടുണ്ട്. അതങ്ങനെ സങ്കുചിതമാക്കി നഷ്ടപ്പെടാനുള്ള വഴികളല്ല വേണ്ടത്, പരമാവധി നടക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിനെ എപ്പോഴും ഓർക്കണം. യദ്കുറൂന അല്ലാഹ ഖിയാമൻ വ ഖുഊദൻ വ അലാ ജുനൂബിഹിം. ഇമാം ബുഖാരി റഹിമഹുല്ലാ
തൻ്റെ തർജ്ജമയുടെ ഭാഗമായിട്ട് താലീഖാത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു താലീഖാത്ത് വക്കാലത്ത് ആയിഷത്തു ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി എന്ന് പറയുമ്പോൾ ഇവിടെ ബാങ്ക് ഉളു നിർബന്ധമൊന്നുമില്ല, ഉളു ഇല്ലെങ്കിലും ബാങ്ക് കൊടുക്കാൻ വേണ്ടി കുഴപ്പമൊന്നുമില്ല എന്നൊരു നിലപാടിനെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തർജീഹ് ചെയ്യുന്നതായിട്ട് കാണുന്നു. തർജീഹ് ചെയ്തിട്ടില്ല നേരെ, പക്ഷേ തൻ്റെ ഈ രീതി ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അതിനെ തർജീഹ് ചെയ്യുന്നത് പോലെ അറിയിക്കുന്നു. حدثنا محمد بن يوسف قال حدثنا سفيان عن عون بن أبي جحيفة عن أبيه أنه رأى بلال رضي الله عنه وعنهم جميعا يؤذن فجعلت أتتبع فاه ها هنا وها هنا بالأذان. ഇവിടെ അബൂ ജുഹൈഫത്ത് എന്നവർ ബിലാൽ എന്നവർ ബാങ്ക് കൊടുക്കുമ്പോൾ ബിലാൽ എന്നവരുടെ ഫാഹ് അതിൻ്റെ കൂടെ അവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തൻ്റെ ബിലാൽ എന്നവർ ബാങ്ക് വിളിക്കുമ്പോൾ ഹയ്യ അല സ്വല ഹയ്യ അൽ ഫല എന്നൊക്കെ പറയുമ്പോൾ വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കുമൊക്കെ തല തിരിക്കുമ്പോൾ ഞാനത് ജഅൽതു അതതബ്ബഉ എന്ന് പറഞ്ഞാൽ ഉതാബിഉഹു ഫിന്നദരിയിലേന്ന് ഞാനങ്ങനെ നോക്കുമായിരുന്നു എന്ന്. അപ്പോൾ വലത് ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ അങ്ങോട്ട് നോക്കും, ഇടത് ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ അങ്ങോട്ട് നോക്കും. ഫജഅൽതു ഉതാബിഉഹു ഫിന്നദരിയിലേ. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാവുന്നു ബിലാൽ എന്നവരങ്ങനെ വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കൊക്കെ തല തിരിച്ചിരുന്നു. ഹയ്യ അല സ്വല ഹയ്യ അൽ ഫല എന്നൊക്കെ പറയുമ്പോൾ. ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ ജുഹൈഫ എന്നവർ പറയുന്നത് ആ സമയത്ത് ബിലാൽ എന്നവരുടെ മുഖഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായ് ഭാഗം തിരിയുന്നത് ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു എന്ന്. ഞാനങ്ങനെ ഫോളോ ചെയ്തു. ആ ബാങ്ക് കൊടുക്കുന്നത് ഞാൻ കണ്ട സമയത്ത് ഞാൻ അതുപോലെ ഞാൻ ഫോളോ ചെയ്തു. അപ്പോൾ വലത് ഭാഗത്തേക്ക് ബിലാൽ എന്നവർ തിരിയുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കി, ഇടത് ഭാഗത്തേക്ക് ബിലാൽ എന്നവർ മുഖം തിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടും നോക്കി. ബാബു ഖൗലി റജുൽ ഫാത്തന സ്വല വകരിഹ ഇബ്നു സിരീൻ അൻ യഖൂല ഫാത്തന സ്വല വലാകിൻ ലിയഖുൽ ലം നുദ്രിക്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇബ്നു സിരീൻ എന്നവരുടെ അഭിപ്രായമാണ്, അവർക്ക് പറ്റൂല എന്നുള്ളത്. അവരത് അങ്ങനെ പറയലിന് വെറുത്തിരുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അങ്ങനെ പറയാമോ എന്താണ് അത് സംബന്ധിച്ചുള്ള നിലപാട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ അത് സംബന്ധിച്ചുള്ള ഹദീസ് കൊണ്ടുവരുന്ന ബാബാണ് ഇവിടെ പറഞ്ഞത്. ബാബു ഖൗലി റജുൽ ഫാത്തന സ്വല ലം നുദ്രികി സ്വല എന്ന് പറഞ്ഞോട്ടെ, ഫാത്തന സ്വല എന്ന് പറയേണ്ടെന്ന് ഇബ്നു സിരീൻ എന്നവരുടെ അഭിപ്രായം. വഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസഹ് എന്ന് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തൻ്റെ നിലപാട് വളരെ വ്യക്തമാക്കുകയാണ്. അവിടെ പ്രവാചകർ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതാണ് സഹ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നതിന് പ്രശ്നമില്ല. ഹദ്ദസന അബൂ നുഐമിൻ ഖാല ഹദ്ദസന ശൈബാൻ അൻ യഹ്യ അൻ അബ്ദുല്ലാഹി ബിൻ അബി ഖതാദത അൻ നബിഹി റളിയല്ലാഹു അൻഹും ജമീഅ ഖാല ബൈനമാ നഹ്നു നുസല്ലി മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് സമിഅ ജലബത റിജാൽ. ജലബത്ത് എന്ന് പറഞ്ഞാൽ അസ്വാത്ത് ലി ഹർക്കത്തിഹിം വ കലാമിഹിം വസ്തജാലിഹിം എന്നാണ് അർത്ഥം കൊടുക്കുന്നത്. അതെല്ലാം കൂടെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അവരുടെ ഹറക്കാത്തും അവരുടെ സംസാരവും അവരുടെ ഇസ്തിജാലും. ഫലമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ ശഅനുക്കും. നിസ്കാരം കഴിഞ്ഞപ്പോൾ പ്രവാചകർ ഇങ്ങനെ ചോദിച്ചു. ഖാലു ഇസ്തജൽനാ ഇല സ്വലാ. ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ നിസ്കാരത്തിന് ഇസ്തിജാൽ ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് മറുപടി. ഖാലു ഇസ്തജൽനാ ഇല സ്വലാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഫ്അലൂ ഇദാ അതീതുമു സ്വലാത ഫഅലൈക്കും ബിസ്സകീന ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫാത്തിമു. അപ്പം അങ്ങനെ ഇസ്തിജാൽ ചെയ്യരുത്. ബിസ്സക്കീന വൽ വഖാർ ഒക്കെയാണ് നടക്കേണ്ടത്, നിസ്കാരത്തിലേക്ക് വരേണ്ടത്. ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫാത്തിമു. നമ്മുടെ ബാബായിട്ട് ബന്ധം ഇവിടെ പ്രവാചകർ വമാ ഫാതകും എന്ന് പറഞ്ഞു നിസ്കാരത്തെ സംബന്ധിച്ച് എന്നുള്ളതാണ്. ബാബുൻ ലാ യസ്ആ ഇല സ്വലാത്തി വൽ യഅതിഹാ ബിസ്സക്കീനത്തി വൽ വഖാർ. ഇതുവരെ പറഞ്ഞ ആ ഹദീസുമായി ബന്ധമുള്ള ബാബായതുകൊണ്ട് അതിൻ്റെ നേരെ തുടർച്ചയായിട്ടാണ് ഈ ബാബ് വന്നത്. വഖാല മാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫാത്തിമു ഖാലഹു അബൂ ഖതാദ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ധൃതി കാണിക്കരുത്. ബിസ്സക്കീന വൽ വഖാർ നിസ്കാരത്തിലേക്ക് വരിക. മാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫാത്തിമു. ഹദ്ദസന ആദമു ഖാല ഹദ്ദസന ഇബ്നു അബീ ദീബിൻ ഖാല ഹദ്ദസന الزهري
عن سعيد بن المسيب عن أبي هريرة رضي الله عنه وعنهم جميعا عن النبي صلى الله عليه وسلم. പിന്നെ ഇവിടെ സനദിലെ തഹ്വീൽ വരാണ്. വാനി സുഹരി അൻ നബി സലമത്ത. നേരത്തെ പറഞ്ഞിടത്ത് ഇമാം സുഹരിയുടെ ഷെയ്ഖായിട്ട് വന്നത് സയ്യിദ് ബിൻ മുസൈബ് എന്നവരാണ്. ഇവിടെ അബു സലം എന്നവരാണ്. വാനി സുഹരി അൻ നബി സലമത്ത അൻ അബി ഹുറൈറത്ത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം قال إذا سمعتم الإقامة فامشوا إلى الصلاة وعليكم بالسكينة والوقار ولا تسرعوا. അവിടെ നേരെ വല തുസ്രിഉ എന്ന് നേരെ പറയാം. ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതക്കും ഫാത്തിമു. അപ്പോൾ ഒരു വിധത്തിലുള്ള സുർഅത്തും ഇസ്തിജാലും ആ വിഷയത്തിൽ വേണ്ട. ബിൽ വഖാർ വസക്കീനയായിരിക്കണമെന്ന്. എന്നാൽ ഒരാൾ നിസ്കാരത്തെ അങ്ങനെ ടൈം പിന്തിപ്പിക്കുക എന്നുള്ളത് കുറ്റകരമാണ്. അത് നഷ്ടപ്പെടുന്ന രീതിയിൽ ബന്ധിപ്പിക്കുക. നിസ്കാരത്തിൻ്റെ ഒരു ജുസ് എങ്കിലും സമയത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന രീതിയിൽ നിസ്കാരത്തെ ബന്ധിപ്പിക്കുക എന്നുള്ള കുറ്റകരമാണ്. അങ്ങനെ ബന്ധിപ്പിക്കാം, അങ്ങനെ അലംഭാവം കാണിക്കാം എന്നൊന്നുമില്ല ഈ ഹദീസ്. ജമാഅത്ത് തുടങ്ങിയിട്ടുണ്ട്, അത് കിട്ടണമെന്ന് കരുതി ഓടിപ്പോകാൻ പറ്റുമോ? വഖാർ സക്കീനത്തൊന്നും പരിഗണിക്കാതെ നടക്കാൻ പറ്റുമോ? അവിടെയാണ് ഇത് പറയുന്നത്. വളരെ വഖാറോട് കൂടെ സക്കീനത്തോടു കൂടെ പോകണം. ഫംഷു ഇല സ്വലാത്തി വഅലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ വലാ തുസ്രിഉ ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതക്കും ഫഅതിമു. ബാബൻ മതാ യഖൂമുൻ നാസു ഇദാ റഅവൽ ഇമാമ ഇൻദൽ ഇഖാമ. ജമാഅത്ത് നടക്കുമ്പോൾ എപ്പോഴാണ് മഅ്മൂമുകൾ എണീക്കേണ്ടത് എന്നാണ്. ഇവിടെ റിവായത്തിനനുസരിച്ചാണ് ടൈറ്റിൽ വന്നിട്ടുള്ളത്. ഇദാ റഅവൽ ഇമാം, ഇമാമിനെ കണ്ടാൽ. ഹദീസിൽ വരുന്നത് ഇമാമിനെ എന്നെ കാണുന്നവരെ നിങ്ങൾ എണീക്കരുത് എന്നാണ്. ഇമാമിനെ കണ്ടാൽ തന്നെ എപ്പോഴാണ് എണീക്കേണ്ടത്? ഇമാമിനെ കാണുമ്പോഴല്ല എണീക്കേണ്ടത്, ഇമാമിനെ കണ്ടാൽ തന്നെ എപ്പോഴാണ് എണീക്കേണ്ടത് എന്ന് അറിയിക്കുന്ന രീതിയിൽ ഒരു വിഷയത്തിൻ്റെ ചില സൂചനകൾ നൽകുന്ന രീതിയിലാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇവിടെ തർജ്ജമയിട്ടിട്ടുള്ളത്. നമ്മുടെ മദ്ഹബും ജംഹൂർ പറയുന്നതും ഇഖാമത്തു സ്വലാ അത് കഴിഞ്ഞാലാണ് മഅ്മൂമുകൾ എണീക്കേണ്ടത്, നിസ്കാരത്തിന് വേണ്ടി നിൽക്കേണ്ടത് എന്നാണ്. നിസ്കാരത്തിന് വേണ്ടി മഅ്മൂമുകൾ നിൽക്കേണ്ടത് ഇഖാമത്തു സ്വലാ കഴിഞ്ഞ ശേഷമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ ഹദീസിൽ എന്നെ കാണുന്നവരെ നിങ്ങൾ നിൽക്കരുത് എന്നാണ് വരുന്നത്. അപ്പോൾ ഇമാമിനെ കണ്ടാൽ നിൽക്കണം എന്നല്ല, കണ്ടാൽ തന്നെ എപ്പോഴാണ് നിൽക്കേണ്ടത് എന്നാണ് ബാബിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഇസ്തിഫാമിൻ്റെ രീതിയിലാണല്ലോ തർജ്ജമകൾ പലതും വന്നിട്ടുള്ളത്. അതിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ഇമാമിനെ കാണുമ്പോൾ അല്ല എണീക്കേണ്ടത്, പിന്നെ എപ്പോഴാണ്? അത് ഉലമാ പറഞ്ഞ പോലെ ഇഖാമത്ത് കഴിയുമ്പോഴാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കാണുന്നവരെ എണീക്കരുത് എന്ന് പറഞ്ഞതോ, അത് പ്രവാചകരെ കാണുന്ന സമയത്ത് എണീച്ചാൽ മതി. ചിലപ്പോൾ പ്രവാചകർ വരാൻ വൈകും, അതിവർക്ക് ബുദ്ധിമുട്ടാവരുത് എന്ന രീതിയിൽ. حدثنا مسلم بن إبراهيم قال حدثنا هشام قال كتب إلي يحيى بن أبي كثير عن عبد الله بن أبي قتادة عن أبيه رضي الله عنهم قال قال رسول الله صلى الله عليه وسلم إذا أقيمت الصلاة فلا تقوموا حتى تروني. ഹദീസിനെ സംബന്ധിച്ച് ഇമാം നവവി റഹിമഹുല്ലാഹ് ഇതിൻ്റെ ഷറഹിൽ ഇങ്ങനെ പറയുന്നുണ്ട്. വന്നഹി അനിൽ ഖിയാമി ഖബല അൻ യറൂഹു ലിഅല്ലാ യതൂല അലൈഹിമുൽ ഖിയാം വലിഅന്നഹു ഖദ് യഅറുദു ലഹു ആരിദുൻ ഫയതഅഖറു ബിസബബിഹി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എണീക്കരുത് എന്ന് പറയുന്നത്. അവർക്ക് ബുദ്ധിമുട്ടാവരുത്, അവരിങ്ങനെ കുറേ നിൽക്കേണ്ടി വരരുത് എന്നുള്ളത് കൊണ്ട്. ചിലപ്പോൾ പ്രവാചകർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാകാം, അപ്പോൾ കുറച്ച് വൈകും. അപ്പോൾ പ്രവാചകരെ കണ്ടതിന് ശേഷം മാത്രമേ എണീച്ചാൽ മതി. എപ്പോഴാണ് മഅ്മൂമുകൾ നിസ്കാരത്തിന് വേണ്ടി നിൽക്കേണ്ടത്, സൊഫ് ശരിയായി നിൽക്കേണ്ടത്? ആ വിഷയം നേരത്തെ പറഞ്ഞ പോലെ ഇഖാമത്ത് കഴിയുമ്പോഴാണ്. ഇഖാമത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ നിൽക്കണം, അതാണ് അതിൻ്റെ സമയം. ഖദ് ഖാമത്തി സ്വലാ എന്ന് പറഞ്ഞാൽ നിൽക്കണമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ബാബുൻ ലാ യസ്ആ ഇല സ്വലാത്തി മുസ്തഅജിലൻ വൽയഖും ബിസ്സക്കീനത്തി വൽ വഖാർ. നേരത്തെ സമാനമായൊരു ബാബ് കഴിഞ്ഞെങ്കിലും അവിടെ ബിസ്സക്കീന വൽ വഖാർ പള്ളിയിലേക്ക് വരലാണ്. ഇത് ഇഖാമത്തു സ്വലാൻ്റെ നേരത്തെ നിസ്കാരത്തിന് വേണ്ടി നിൽക്കലാണ്. അവിടെയും സായി വേണ്ട. ലാ യസ്ആ ഇല സ്വലാത്തി മുസ്തഅജിലൻ, ഇസ്തിജാലോട് കൂടുതൽ സായി വേണ്ട. വൽയഖും ബിസ്സക്കീനത്തി വൽ വഖാർ.
حدثنا أبو نعيم قال حدثنا شيبان عن يحيى عن عبد الله بن أبي قتادة عن أبيه رضي الله عنهم جميعا قال قال رسول الله صلى الله عليه وسلم إذا أقيمت الصلاة فلا تقوموا حتى تروني وعليكم بالسكينة وعليكم بالسكينة എണീക്കുമ്പോൾ തന്നെ وعليكم بالسكينة. അപ്പോൾ നല്ല സക്കീനത്തോടു കൂടെയാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്, എണീക്കേണ്ടത്. ഫലാ തഖൂമു ഹത്താ തറൂനി, എന്നെ കണ്ട ശേഷം എണീച്ചാൽ മതി. ചിലപ്പോൾ വൈകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ. ബാബുൻ ഹൽ യഖ്റുജു മിനൽ മസ്ജിദി ലിഇല്ല. ളറൂറത്തുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്ത് പോവുക. നിസ്കാരത്തിൻ്റെ സമയമായതിനു ശേഷം ഇഖാമത്തു സ്വലാ, അതിൻ്റെ സമയത്ത് പള്ളിയിൽ നിന്ന് പുറത്ത് പോകുക. കാരണമുണ്ട്, ളറൂറത്തിൻ്റെ സമയമാണ്, അയാൾക്ക് ളറൂറത്തുണ്ട്. അയാൾ അങ്ങനെ ഇറങ്ങിപ്പോകുന്നതിനെ സാധൂകരിക്കുന്ന ളറൂറത്തുണ്ടെങ്കിൽ അങ്ങനെ പോകാവുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ബാബ് കൊണ്ടുവരുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ തൻ്റെ ഒരു രീതി പ്രകാരം ഇസ്തിഫാമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ടൈറ്റിൽ ഹൽ യഖ്റുജു മിനൽ മസ്ജിദി ലിഇല്ല. حدثنا عبد العزيز بن عبد الله قال حدثنا إبراهيم بن سعد عن صالح بن كيسان عن ابن شهاب عن أبي سلمة عن أبي هريرة رضي الله عنه وعنهم جميعا أن رسول الله صلى الله عليه وسلم خرج وقد أقيمت الصلاة. നിസ്കാരത്തിന് വേണ്ടി റസൂൽ പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. വഖദ് ഉഖീമത്തി സ്വലാ വഉദ്ദിലത്തി സുഫൂഫ്, ഇഖാമത്ത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്, സൊഫുകളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് നിസ്കാരത്തിന് വേണ്ടി. ഹത്ത ഇദാ ഖാമ ഫി മുസല്ല ഇൻതളർന യുക്കബ്ബിർ, പ്രവാചകർ മുസല്ലയിൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്നു ഞങ്ങളെല്ലാവരും പ്രവാചകർ ഇപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമെന്ന് കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഇൻസറഫ ഖാല അലാ മക്കാനിക്കും, പ്രവാചകർ പള്ളിയിൽ നിന്ന് വീണ്ടും ഇറങ്ങി. ഇൻസറഫ വഖാല അലാ മക്കാനിക്കും, നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞു. കൂനു അലാ മക്കാനിക്കും എന്നർത്ഥത്തിന്. ഫമക്കസ്ന അലാ ഹൈഅത്തിന ഹത്താ ഖറജ ഇലൈന യൻതിഫു റൗസുഹു മഅ, ഞങ്ങളങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു, കാത്തിരുന്നു, വെയിറ്റ് ചെയ്തു. ഹത്താ ഖറജ ഇലൈന യൻതിഫു റൗസുഹു മഅ യഖ്തുറു റൗസുഹു മഅ യസീലു റൗസുഹു മഅ, അതാണ് യൻതിഫു റൗസുഹു മഅ എന്നതിൻ്റെ അർത്ഥം. വഖദ് ഇഅ്തസൽ, കുളിച്ചിട്ടാണ് പ്രവാചകർ വന്നത്. പിന്നെ വേഗം കുളിച്ചു വന്നു. ബാങ്കിൻ്റെ സമയമായ നിസ്കാരത്തിൻ്റെ ടൈമായാൽ പിന്നെ പള്ളിയിൽ നിന്ന് പോകുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഹദീസുണ്ട്. അത് ളറൂറത്തില്ലാത്ത സമയത്താണ്. ഇങ്ങനെ ഇറങ്ങുന്നതിനെ പോകുന്നതിനെ സാധൂകരിക്കുന്ന കാരണങ്ങളില്ലാത്ത സന്ദർഭത്തിലാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഈ ബാബിൻ്റെ തർജ്ജമയും ആ തർജ്ജമക്ക് കീഴിൽ ഇങ്ങനെ ഒരു ഹദീസും ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ഹദീസിൽ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു റഅ റജുലൻ ഖറജ മിനൽ മസ്ജിദി ബഅദ അൻ അസ്സന അൽ മുഅദ്ദിൻ ഫഖാല അമ്മാ ഹാദാ ഫഖദ് അസാ അബുൽ ഖാസിം എന്ന് കാണാം. അതേപോലെ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ലാ യസ്മഉ നിദാഅ ഫി മസ്ജിദിൻ ثم يخرج منه إلا لحاجة ثم لا يرجع إليه إلا منافق. ഇതുപോലുള്ള ഹദീസുകളിൽ നിസ്കാരത്തിൻ്റെ ടൈമായ ശേഷം, ബാങ്കിന് ശേഷം നിസ്കാരത്തിൻ്റെ ടൈമിൽ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാതെ ജമാഅത്തിൽ കൂടാതെ പുറത്തു പോകുന്നതിനെ വിമർശിച്ച് വന്നിട്ടുണ്ട്. ആ വന്നത് ആവശ്യത്തിന് പോവുകയാണെങ്കിലല്ല, ആവശ്യമുണ്ടെങ്കിൽ ളറൂറത്തുണ്ടെങ്കിൽ അങ്ങനെ പോകാം. ഇല്ല എന്നതിൽ ളറൂറ എന്നാണ് നമ്മുടെ ശുറഹ് കൊടുത്തിട്ടുള്ള അർത്ഥം. ബാബുൻ ഇദാ ഖാല ഇമാമു മക്കാനക്കും ഹത്താ യർജിഅ ഇൻതളറു. ഈ മക്കാനക്കും എന്ന് ഇമാമ് തിരിച്ചു വരുന്നവരെ അങ്ങനെ പറഞ്ഞിട്ട് ഇമാമ് പോയാൽ, അപ്പോൾ അവിടെ നിൽക്കണം, ഞാൻ വരുന്നവരെ എന്ന് പറഞ്ഞ് ഇമാം പോയാൽ ഇൻതളറുഹു, പ്രതീക്ഷിച്ചിരിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ ബാബിൽ, ഇതിനു മുമ്പ് പറഞ്ഞ ബാബിലെ ഹദീസിന് എൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ബാബിന് തർജ്ജമ കൊണ്ടുവരികയാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. حدثنا إسحاق قال حدثنا محمد بن يوسف قال حدثنا الأوزاعي عن الزهري عن أبي سلمة بن عبد الرحمن عن أبي هريرة رضي الله عنه وعنهم جميعا قال أقيمت الصلاة فسوى الناس صفوفهم
ഇഖാമത്ത് നിർവഹിക്കപ്പെട്ടു. ആളുകളൊക്കെ സൊഫൊക്കെ ശരിയാക്കി നിന്നു. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഖദ്ദമ വഹുവ ജുനുബൻ. റസൂൽ മുന്നിക്ക് വന്ന് ഇമാമിൻ്റെ അവിടെ നിന്നു, വഹുവ ജുനുബ്. സുമ്മ ഖാല അലാ മക്കാനിക്കും. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, അലാ മക്കാനിക്കും, കൂനു അലാ മക്കാനിക്കും എന്നർത്ഥത്തിന് അലാ മക്കാനിക്കും. ഫറജഅ ഫഗ്തസല സുമ്മ ഖറജ വറൂസുഹു യഖ്തുറു മാഅ ഫസല്ല ബിഹിം. ഇവിടെ പ്രവാചകർ അങ്ങനെ അലാ മക്കാനിക്കും എന്ന് പറഞ്ഞു പോയി. സഹാബത്ത് അങ്ങനെ തന്നെ കാത്തിരുന്നു, വെയിറ്റ് ചെയ്തു. ആ പ്രവാചകർ പെട്ടെന്ന് തിരിച്ചു വന്നു, നിസ്കാരം നിർവഹിച്ചു. സഹാബത്ത് പ്രവാചകരുടെ കൂടെ നിസ്കരിച്ചു. ബാബു ഖൗലി റജുലി മാ സല്ലൈന. മാ സല്ലൈന എന്ന് ഒരാൾക്ക് പറയാൻ പറ്റുമോ? അത് പറയാവുന്നതാണ് എന്ന് വ്യക്തമാകുന്ന ഹദീസാണ് ഈ ബാബിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അതങ്ങനെ പറയാവുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന ബാബാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഇവിടെ വെച്ചിട്ടുള്ളത്. ബാബു ഖൗലി റജുലി മാ സല്ലൈന. ഇങ്ങനെ ബാബു വെക്കാൻ കാരണം അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ടാകും. ഇബ്രാഹിമുൻ നഖഈ റഹിമഹുല്ലാ നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ നിസ്കാരത്തിലാണ്. അതുകൊണ്ട് അവർ മാ സല്ലൈന എന്നല്ല, ലം നുസല്ലി എന്നല്ല പറയേണ്ടത്, നുസല്ലി, ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥത്തിന് ആണ് പറയേണ്ടത്. കാരണം അവൻ നിസ്കാരത്തിലാണല്ലോ എന്ന് ഇബ്രാഹിമുൻ നഖഈ എന്നവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വിശ്വാസി ഒരു നിസ്കാരം കഴിഞ്ഞാൽ, ഒരു വക്ത് കഴിഞ്ഞാൽ അടുത്ത വക്ത് വരാൻ അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ കാത്തിരിക്കുകയാണല്ലോ, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം മാ സല്ലൈന എന്ന് പറയാൻ പാടില്ല എന്ന അഭിപ്രായം ഉള്ള ആളുകളുണ്ടാകും. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഇങ്ങനെ ഡേറ്റ് വെച്ചിരിക്കുക. حدثنا أبو نعيم قال حدثنا شيبان عن يحيى قال سمعت أبا سلمة يقول أخبرنا جابر بن عبد الله أن النبي صلى الله عليه وسلم جاءه عمر بن الخطاب يوم الخندق. ഖന്തക്കിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രതിസന്ധിയുള്ള ദിവസമാണ്. ആ സാഹചര്യത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇദ് ജാഊകും മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും വഇദ് സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതظنون بالله الظنون ഹുനാലിക ബതുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ഷദീദ. അത്ര ഭയാനകമായൊരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. സഖ്യം ചേർന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മദീനയെ ആക്രമിക്കാൻ വന്നു. മദീനയിൽ മുസ്ലിങ്ങളുമായി കരാറുണ്ടായിരുന്ന ജൂതഗോത്രക്കാർ കരാർ ലംഘിച്ചു. മുനാഫിഖുകൾ മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഖുറൂറ എന്ന് പറഞ്ഞു. അവരും അങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയുടെ ഘട്ടം. അങ്ങനെ ഉമർ എന്നവർ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വരെ ഫഖാല യാ റസൂലല്ലാഹ് വല്ലാഹി മാ കിത്തു നുസല്ലി ഹത്താ കാദത്തി ശംസു തഗ്റുബ്. അസർ വൈകിപ്പോയി എന്നാണ് ഇവിടെ പറയുന്നത്. വദാലിക ബഅദ മാ അഫ്തറ സ്വായിം. ബാങ്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. വദാലിക ബഅദ മാ അഫ്തറ സ്വായിം എന്ന് പറയുമ്പോൾ ഖുറൂബ് സംഭവിച്ചിട്ടുണ്ട്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി മാ സല്ലൈതുഹാ. ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഇവിടെ ബാബായിട്ടുള്ള ബന്ധത മാ സല്ലൈതു, മാ കിത്തു നുസല്ലിയ എന്നാണ് ഉമർ എന്നവർ പറഞ്ഞത്. റസൂല് തന്നെ അത് രണ്ടൊരു അർത്ഥം തന്നെ, വല്ലാഹി മാ സല്ലൈതുഹാ. ഉമർ എന്നവർ പറഞ്ഞത് വല്ലാഹി മാ കിത്തു നുസല്ലി ഹത്താ ഖാദത്തി ശംസ് എന്നാണ്. റസൂൽ നേരെ പറഞ്ഞ് മാ സല്ലൈതുഹാ എന്നാണ്. ബാബുവിൻ്റെ ടൈറ്റിൽ മാ സല്ലൈന എന്ന് പറയാൻ പറ്റുമോ എന്നാണ്. മാ സല്ലൈതു മാ സല്ലൈന. ഇവിടെ ഉമർ എന്നവർക്ക് അന്ന് അസർ ഖളായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അത് മറ്റൊരു വിഷയമാണ്. ഈ ഹദീസിൻ്റെ ലഫ്ദ് അറിയിക്കുന്നത് ഖളാ ആയി എന്നാണോ ആയിട്ടില്ല എന്നാണോ എന്നതിൽ ഷുറാഹിന് അഭിപ്രായം ഉണ്ട്. ഇവിടെ മനസ്സിലാവുന്നത് വല്ലാഹി മാ കിത്തു നുസല്ലിയ ഹത്താ ഖാദത്തി ശംസു തഗ്റുബ് എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിച്ചപ്പോഴേക്ക് സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ അസറിൻ്റെ അവസാന സമയത്ത് എനിക്ക് നിസ്കരിക്കാൻ പറ്റിയതുള്ളൂ, അപ്പോഴേക്ക് മഗ്‌രിബിൻ്റെ സമയമായി എന്നാണ്. വദാലിക ബഅദ മാ അഫ്തറ സ്വായിം എന്നുള്ളതോ ഉമർ എന്നവർ റസൂലുള്ളാഹിയോട് പറഞ്ഞ ടൈം നിസ്കരിച്ചുകൊണ്ട് നേരെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വന്ന് പറയുക. അപ്പോൾ അത് ഉറൂബിൻ്റെ ശേഷമാണ്.
റസൂലുള്ളാഹിക്ക് എന്തായാലും ഇവിടെ ഖളാ ആയി എന്ന് മനസ്സിലാവുന്നു. ഉമർ എന്നവരുടേത് ഖളാ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ശുറാഹ് സംശയം പ്രകടിപ്പിക്കുന്നു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി മാ സല്ലൈതുഹ. ഈ സംഭവം സ്വലാത്തുൽ ഖൗഫ് ഇറങ്ങുന്നതിൻ്റെ മുമ്പാണ് എന്ന് ഹദീസിൽ ഉണ്ട്. അഹ്മദ് എന്നവരുടെയും നസായി എന്നവരുടെയൊക്കെ ഹദീസിൽ അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അങ്ങനെ പറയുന്നുണ്ട്, കാന അന്ന ദാലിക കാന ഖബല അൻ യുനസ്സില അല്ലാഹു ഫീ സ്വലാത്തിൽ ഖൗഫ്. ആ വിഷയത്തിൽ ആയത്ത് അള്ളാഹു ഇറക്കുന്നതിന് മുമ്പാണ് എന്ന്. ഫരിജാലൻ ഔ റുക്ബാന എന്നുള്ള ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാണ്. അന്ന ദാലിക കാന ഖബല അൻ യുൻസില അല്ലാഹു ഫീ സ്വലാത്തിൽ ഖൗഫ് ഫരിജാലൻ വ റുക്ബാന. അപ്പോൾ അതുകൊണ്ട് അവിടെ നിസ്കരിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. സ്വലാത്തുൽ ഖൗഫിൻ്റെ പ്രത്യേക രീതി ആ സമയത്ത് മശ്റൂആയി ഇറങ്ങിയിട്ടില്ല. ആ സമയത്തായിരിക്കും അവർക്കത് സംഭവിച്ചിരിക്കുക. ആ സാഹചര്യം എല്ലാവരും ഒരു മറക്കാനും ഒക്കെ സാധ്യതയുള്ള വല്ലാത്ത ബേജാറിൻ്റെ സമയമാണ്. ഉമർ എന്നവർ ആ സമയത്ത് ഒരു പക്ഷേ ഉളൂലായിരിക്കാം, അപ്പോൾ വേഗം നിസ്കരിച്ചിട്ടുണ്ടാവും. സാഹചര്യം അവിടെ അവസാനിച്ച സമയത്ത് തന്നെ. അത് കഴിഞ്ഞ ഉടനെയാണ് പ്രവാചകരോട് പറയുന്നത്. അപ്പോൾ പ്രവാചകരും കൂടെ ഉള്ളവരൊക്കെ നിസ്കാരത്തിന് ഒരുങ്ങന്നെയായിരുന്നു. ആ സങ്കടം അവർ പങ്കുവെച്ചു, ഞങ്ങളും നിസ്കരിച്ചിട്ടില്ല, ഞാനും നിസ്കരിച്ചിട്ടില്ല. ഇവിടെ നമ്മുടെ ഉദ്ദേശം, ഇവിടെ ഇമാം ബുഖാരി റഹിമഹുല്ലാ ബാബിൽ ഈ ഹദീസ് കൊണ്ടുവന്നത് മാ സല്ലൈതു എന്ന് റസൂൽ മാ സല്ലൈതു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയാവുന്നതാണ്, എന്നറിയിക്കുക എന്നുള്ളതാണ്. വിഷയത്തിൽ നിന്ന് മറ്റ് മസലകൾ വേറെ വരുന്നുണ്ട്, എന്നാലും ഇവിടുത്തെ ഉദ്ദേശം അതാണ്. ഫനസല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബുത്ഹാന വാന മഅഹു. അവിടെ പ്രവാചകർ ഇറങ്ങി. ബുത്ഹാൻ മദീനയിലുള്ള ഒരു വാദിയുടെ പേര് ബുത്ഹാൻ. അത് ബത്ഹാൻ എന്നാണ് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും റിവായത്തുകളിൽ മുഴുവനും ബുത്ഹാൻ എന്നാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. ഫനസല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബുത്ഹാന വാന മഅഹു. ജാബിർ ബിൻ അബ്ദുല്ലാഹ് എന്നവരാണല്ലോ ഹദീസ് പറഞ്ഞത്. വാന മഅഹു ഫതവല്ലഅ സുമ്മ സല്ല യാനി അൽ അസ്റ ബഅദമാ ഗറബത്തി ശംസ് സുമ്മ സല്ല ബഅദഹൽ മഗ്രിബ്. ഇവിടെ നിസ്കാരം ഖളാ ആയപ്പോൾ ആദ്യം ആ ഖളാ ആയ നിസ്കാരമാണ് നിസ്കരിച്ചത്. മഗ്രിബിൻ്റെ ടൈമിൽ ആദ്യം നിസ്കരിച്ചത് അസറാണ്, ഖളാ ആയ നിസ്കാരമാണ് നിസ്കരിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ അല്ലാതെ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള വിഷയത്തിൽ ശരിയാവില്ല. ചെയ്യേണ്ട മര്യാദ എങ്ങനെയാണ്? ആദ്യം ഖളാ ആയ നിസ്കരിക്കുക, പിന്നെ ആ വക്തിലെ ഫർദ് നിസ്കരിക്കുക, അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ രീതി. അങ്ങനെ അല്ലെങ്കിലും ശരിയാവും എന്നാണ് നമ്മൾ പറയണത്. അല്ല, ആദ്യം ഫായിത്ത തന്നെ നിസ്കരിക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട് മദാഹിബിൻ്റെ കൂട്ടത്തിൽ. ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റു സമയത്ത് ബാക്കി നമുക്ക് തുടർന്ന് നോക്കാം. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.